ഈ ആക്ട്രസിന്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ പേര് വെളിപ്പെടുത്തിയത് നന്നായിന്നും കൂടെ നല്ലത്. കാരണം ബാക്കി വെളിപ്പെടുത്തിയാലും എല്ലാ സൊസൈറ്റിയിലും ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ ഹൈക്കോർട്ടും ഓരോ തീരുമാനം എടുക്കാണ്ട് ഗേൾസിന് മുൻഗണന ഈ സൊസൈറ്റിയിൽ കിട്ടത്തില്ല. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ കഴിഞ്ഞാലല്ലേ ഇപ്പൊ പറയണത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം, എല്ലാം കഴിഞ്ഞില്ലേ. ഇന്നാണ് ഇതൊക്കെ ഉണ്ടാവണേ, പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവണം സിനിമാ മേഖലയിൽ നിന്ന്. ഫെയിമായിട്ടിരിക്കുന്ന ഒരാളുടെ ഫുൾ കരിയറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇതായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. വിൻസി അലോഷ്യസ് പറഞ്ഞായിരുന്നു പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് അവർ വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം. എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തി കൊടുത്തത്? ആരായിക്കൊണ്ടോട്ടെ, നമ്മള് മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞൂടാ? ആരെ പേരായാലും പുറത്ത് പറയണം. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. എന്ത് ആരെ പേടിക്കണം? അവസരം നഷ്ടപ്പെടാം. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും സിനിമ മേഖല വിഷയം. അത് തന്നെയാണ്. ആരും പുറത്ത് പറയാത്ത കാര്യം എന്താണ്? അവർക്ക് അടുത്ത ചാൻസ് ഇല്ല. അതൊരു കാണാൻ ദിലീപിന്റെ കേസ് തന്നെ അറിയാലോ. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അത് ദിലീപ് ആരാണെന്ന് ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ അതുപോലെ തന്നെയാണ്. ദിലീപ് അടക്കി ഭരിച്ചിരുന്നല്ലേ സിനിമ മേഖല. ഇപ്പൊ എന്തായി? ഇതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴും നടക്കുന്നത്. ഇതിനകത്ത് അടക്കി ഭരിക്കുന്ന കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. മാഫിയ ഉണ്ട് അതിനകത്ത്, ശക്തമായ മാഫിയ ഉണ്ട്. ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ആരായി ഏത് ഇത് ആയിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, അത് കോളേജായാലും ശരി, ഒരു സ്കൂളായാലും ശരി, എവിടെ ആയാലും മയക്കുമരുന്നിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യണം. പോയടാ നിന്നെ പോലെ ഈ ടി വിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല് ഒരു വകതിരിവില്ലാത്ത മലയാളി. വിശ്വസിക്കുന്നേ ഇല്ല. സിനിമ മേഖലയെ എനിക്ക് ഇഷ്ടമല്ല. എന്തടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ, ആരുടെ ആയാലും മതി. വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. അരഞ്ഞാമ ചരടെടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂലട്ടാ. നാളെ ഒരു തലമുറക്ക് ഒരു പെൺകൊച്ചിന്റെ ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് നമുക്ക് എല്ലാ ഗേൾസിനും വേണ്ടി അത്യാവശ്യമാണ്. വെളിപ്പെടുത്തിയാലും എല്ലാ സൊസൈറ്റിയിലും ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ ഹൈക്കോർട്ടും ഓരോ തീരുമാനം എടുക്കാണ്ട് ഗേൾസിന് മുൻഗണന ഈ സൊസൈറ്റിയിൽ കിട്ടത്തില്ല. ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിടോ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? നല്ലൊരു ആക്ടറാണ് ഷാൻ ചാക്കോ. ഭാവിയിലെ ഒരു വാഗ്ദാനമാണ്. നിന്റെ കക്ഷത്തിൽ മൂലക്കുരു ടോം ചാക്കോയും അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി, ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം പരസ്യമായ രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. സിനിമാ മേഖലയിൽ മട്ടാഞ്ചേരി മാഫിയ ലഹരി ഇറക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ശക്തമായിട്ട് നേരിടാനായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിവില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരം ലഹരി ആൾക്കാരെ കണ്ടുകൊണ്ട് ഈ ഇന്നത്തെ യുവതലമുറ വഴിതെറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ശക്തമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കണം. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? സിനിമാ മേഖലയിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത എനിക്ക് അറിയത്തില്ല. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വലിയ വശമുള്ളത് കൊണ്ടല്ലേ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. പിന്നെ അത് അനുസരിക്കാതെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറ്റല്ലേ. നീ എന്താണ് വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നത്തെ ഏത് മേഖലയിലാണ് സ്ത്രീകൾ സുരക്ഷിതര്? എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ല. സിനിമ അല്ലല്ലോ, നമ്മള് നിത്യജീവിതത്തിൽ സുരക്ഷിതരാ, സ്വന്തം വീട്ടിൽ സുരക്ഷിതരാണോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. അയ്യോ ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. സിനിമാ മേഖലയെന്നല്ല, ഏത് മേഖലയാണെങ്കിലും മയക്കുമരുന്ന് സമൂഹത്തിന് ദോഷം ചെയ്യുമല്ലോ. സ്ത്രീകൾ എന്നല്ല, പൊതുസമൂഹം മൊത്തത്തിൽ സുരക്ഷിതരാകണം. അതിന് ലഹരി ഉപയോഗങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടോ ആ മേഖലകളിലെല്ലാം അവബോധം സൃഷ്ടിച്ച് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തി അതിൽ നിന്ന്
അവരെ പിന്തിരിപ്പിക്കണം. കുറച്ച് അവലോസുണ്ട വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? ഞങ്ങൾക്ക് കടിച്ചാ പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒന്ന് നിലവിളിച്ചാൽ മതി, അവനെ വിരട്ടണ കാര്യം ഞാൻ ഏറ്റു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. ആ മേഖലയിൽ ഇപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ പണ്ട് നടന്ന പല കാര്യങ്ങളും ഇപ്പോൾ വരുന്നത്. ഇപ്പോഴത്തെ പല നടന്മാരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുമുണ്ട്. അപ്പം ഇനിയുള്ള പുതുതലമുറയിലുള്ള ആൾക്കാർ കടന്നു വരണമെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളും വരുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ ആക്ട്രസിന്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ പേര് വെളിപ്പെടുത്തിയത് നന്നായിന്നും കൂടെ നല്ലത്. കാരണം ബാക്കി ഉള്ള ഇനി വരാൻ പോകുന്ന ആക്ട്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആക്ട്രസ് അവർക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. മറ്റൊരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം ചിലപ്പം ചാൻസസ് ഇങ്ങനെ കുറഞ്ഞു കിട്ടാനും ഉണ്ട്. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. എടാ മണ്ട, നടനായിട്ട് നല്ലൊരു നടനാ, അല്ലാതെ ക്യാരക്ടർ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശിക്ഷ അനുഭവിക്കാനേ വേണം ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അവര് സിനിമാ മേഖലയിലെല്ലാം മയക്കുമരുന്നിന്റെ പ്രതി ഉണ്ട്. വിൻസി അലോഷ്യസ് പരാതി കൊടുത്തത് ശരിയാണോ? വിൻസി അലോഷ്യസ് അത് തീർച്ചയായിട്ടും കൊടുക്കണം, പക്ഷെ പേര് വെളിപ്പെടുത്തി പൂർവ്വം മൊത്തം അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തോ എല്ലാരും ഉപയോഗിക്കാറില്ലല്ലേ. പരാതിയായിട്ട് അവർ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇല്ല. എന്തിനാ മറ്റൊരാളെ ഫ്യൂച്ചറിൽ നിന്നിട്ട് മുന്നോട്ട് പോകണത്? അയാള് അങ്ങനെ എത്ര പേർ കൊടുക്കാം? അങ്ങനെ കുറെ പേരെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇയാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്റെ പൊന്നുനായിട്ടവരൊക്കെ പിന്നെ ഓരോരുത്തരും അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൂട്ടുനിന്നിട്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പരിശുദ്ധരാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അത് ശരിയല്ലല്ലോ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. രണ്ട് സൈഡിലും നോക്കിയാൽ ശരിയുണ്ട്, തെറ്റുണ്ട്. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. എന്നാലും ഒരു സ്ത്രീയല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാർ അവരെ മോശമായിട്ട് കാണത്തില്ലേ? അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അവർക്ക് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ച് അവരെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവരുടെ പേര് വെളിപ്പെടുത്തി അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. തൽക്കാലം ആരോടും പറയണ്ട. ഈ താരസംഘടനകൾ കുറെ ആൾക്കാരുടെ കയ്യിൽ നിൽക്കുന്ന വെറും കളിപ്പാവളല്ലേ. ഈ താരസംഘടനകൾ എന്ത് പിന്തുണ കൊടുക്കുമെന്നാണ് പറയുന്നത്. കുറേ നാൾ കഴിഞ്ഞ് ഷൈൻ ടോം ചാക്കോ തന്നെ ഇനി എല്ലാ സിനിമയിലും വരും. കാരണം അവർക്കെല്ലാം വീണ്ടും അവസരങ്ങൾ കൊടുക്കും. അതിനൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ പിന്നിലുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ അന്വേഷണം നടത്തണം. സിനിമാ മേഖലയിലെ ലഹരി മാഫിയെക്കുറിച്ച് വലിയ അന്വേഷണം നടത്തിയിട്ട് അതിശക്തമായ നടപടി എടുക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാണ്. പിന്നെ അതുമ്പോൾ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. ഒന്നോർത്ത് തുറന്നു പറയണമെന്നല്ല, ഇന്നത്തെ കാലത്ത് തുറന്നു പറഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒതുക്കി വെച്ചിട്ട് പിന്നീട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു കാര്യവുമില്ല. അതിനെക്കുറിച്ച് തുറന്നു പറയണ ഏറ്റവും നല്ലത് എന്ത് കാര്യമാണെങ്കിൽ. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത്. ഈ തെളിവെല്ലാം മുങ്ങിപ്പോവും. ഇത് അവരെ പിന്നിൽ ആളുണ്ട്. ഈ പിടിച്ച പല കാര്യങ്ങളും ഇപ്പം തന്നെ നമ്മൾ മയക്കുമരുന്ന് പിടിച്ച പല കേസുകളും അത് മയക്കുമരുന്ന് അല്ലാത്ത രീതിയിലേക്കാണ് വരുന്നത്. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. മയക്കുമരുന്നിനെ ശക്തമായി എതിർത്തേ പറ്റൂ. അത് ഏത് മേഖലയായിരുന്നാലും ശരി, രാഷ്ട്രീയമായാലും ശരി, സിനിമ മേഖലയായിരുന്നാലും ശരി, ഏത് മേഖലയായിരുന്നാലും ശരി. സ്ഥലം വിടുന്ന ബുദ്ധി. എല്ലാ മേഖലകളിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സ്ത്രീ അനുഭവിക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് പറയും, പുരുഷൻ അനുഭവിക്കുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൂക്ഷിക്കും. അത് തന്നെയാണ് ഇവിടെ ഈ ലോകത്തിൻ്റെ ഒരു വിഷയം. അത് തന്നെയാണ് പറയുന്നത് ശരിയാണ്, നമ്മളതിനോട് യോജിക്കുന്നു. സമയം പോയത് മിച്ചം.